നിമിഷപ്രിയയുടെ വധശിക്ഷ കേസ് റദ്ദാക്കാൻ ധാരണയായതിൻ്റെ ഒരു റിപ്പോർട്ട് മർക്കസ് പുറത്തുവിട്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ചാനലുകാർ മുഴുവൻ അത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ കേന്ദ്രം ആ വാർത്ത സ്ഥിരീകരിക്കാതെ തള്ളുകയും ചെയ്തപ്പോൾ പലർക്കും ആ വാർത്തയിൽ ആശയക്കുഴപ്പമുണ്ടാവുകയും അതിൽ വലിയ സംശയം നിലനിൽക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാന കാരണം പല ചാനലുകാരും മർക്കസ് പുറത്തുവിട്ട ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്ന വാർത്ത കൊടുത്തതാണ്. ഒരിക്കലും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള ഉത്തരവ് യമനിലെ കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നില്ല. അവിടെ പണ്ഡിതന്മാരുമായി നടന്ന ചർച്ചയിൽ വധശിക്ഷ വേണ്ടെന്ന് വെക്കാനും കുടുംബാംഗങ്ങൾ മാപ്പ് കൊടുക്കാനും ധാരണയായി എന്നുള്ളത് മാത്രമാണ് മർക്കസ് പുറത്തുവിട്ട വാർത്ത. അതോടൊപ്പം ANIയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മർക്കസ് ഷെയർ ചെയ്യുകയും പക്ഷെ കേന്ദ്രം തള്ളിയപ്പോൾ ANI ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ മർക്കസിന്റെ വാളിൽ നിന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതിനെ തുടർന്ന് മർക്കസ് ആ വാർത്ത പിൻവലിച്ചു എന്നുള്ള വ്യാജ വാർത്തകളും ഇവിടെ പ്രചരിക്കുകയുണ്ടായി. പക്ഷേ യഥാർത്ഥത്തിൽ മർക്കസ് വാർത്ത പിൻവലിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ANI ആ വാർത്ത അവരുടെ ഫേസ്ബുക്കിൽ നിന്നും റിമൂവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മർക്കസിന്റെ വാളിൽ നിന്നും ആ പോസ്റ്റ് അപ്രത്യക്ഷമാവുമല്ലോ. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന് പിന്നീട് വാർത്തകളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു സ്ഥിരീകരണം വരാത്തത് കൊണ്ട് മാധ്യമപ്രവർത്തകർ മർക്കസിലെത്തുകയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് നേരിട്ട് വിശദാംശങ്ങൾ ചോദിച്ചറിയാനും ഒരു ശ്രമം നടത്തി. പക്ഷേ കാന്തപുരം ഉസ്താദ് ശാരീരികമായ പ്രശ്നങ്ങൾ കാരണം മർക്കസിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചോദിച്ചറിയാൻ സാധിച്ചില്ല. പിന്നീട് കാന്തപുരം ഉസ്താദ് അറിയിച്ചത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ്. എന്നാൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയായ അഡ്വക്കേറ്റ് സുഭാഷ് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ചാനലുകാരോട് പറയുകയുണ്ടായി. അവരുടെ യമനിലെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ ആളുകളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കാന്തപുരം ഉസ്താദ് പുറത്തുവിട്ട വാർത്ത ശരിയാണെന്നും അവിടെ നടന്ന ചർച്ചയിൽ ഈ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായിട്ടുണ്ടെന്നും സുഭാഷ് ചന്ദ്രൻ പറയുകയുണ്ടായി. പക്ഷേ മാധ്യമപ്രവർത്തകരടക്കമുള്ള പലർക്കും സുഭാഷ് ചന്ദ്രൻ്റെയോ കാന്തപുരം ഉസ്താദിൻ്റെയോ ഈ വെളിപ്പെടുത്തൽ മതിയായിരുന്നില്ല. അവർക്ക് കേന്ദ്രത്തിന്റെ സ്ഥിരീകരണം വേണമായിരുന്നു. എന്നാൽ ഈ കേസിൽ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും കേന്ദ്രം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിലും പിന്നീട് കുടുംബാംഗങ്ങളുമായി നടന്ന ചർച്ചയിലും ഒന്നും കേന്ദ്രത്തിന് ഒരു റോളുമില്ല. ആ ചർച്ചയൊക്കെ അനൗദ്യോഗികമായിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾക്കൊന്നും കേന്ദ്രത്തിന് ഒരു ഉത്തരവാദിത്വമില്ല, ഒരു റോളുമില്ല. ആ ഒരു തീരുമാനങ്ങൾ കേന്ദ്രം അറിയാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് കേന്ദ്രം ആ വാർത്ത സ്ഥിരീകരിക്കാത്തത്. ആ ചർച്ച നടക്കുന്നതും ആ ചർച്ചയിലൂടെ ഉണ്ടായ തീരുമാനങ്ങളൊക്കെ അനൗദ്യോഗികമായിട്ടാണ്. കാന്തപുരം ഉസ്താദിന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി നടത്തിയ ചർച്ചകളും തീരുമാനങ്ങളുമാണ് അവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ നടന്ന തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കാന്തപുരം ഉസ്താദിന് അറിയിപ്പ് കിട്ടുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കാന്തപുരം ഉസ്താദ് ആ വാർത്ത പുറത്തുവിട്ടത്. പക്ഷെ എന്തുകൊണ്ടോ ഒന്നും അറിയില്ല. കേന്ദ്രത്തിന്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവർ ഇപ്പോഴും ആ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. അവർ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഷങ്ങളോളം ആ കേസിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന ആക്ഷൻ കൗൺസിൽ അംഗങ്ങളടക്കം അതിന്റെ ഭാരവാഹികളൊക്കെ ഇത് കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും മാധ്യമപ്രവർത്തകരടക്കമുള്ള പലരിലും ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സത്യത്തിൽ ഈ കേസിൽ ഒരു റോളുമില്ലാത്ത, ഈ കേസിന്റെ മുന്നോട്ടു പോക്കിന് ഒരു റോളുമില്ലാത്ത കേന്ദ്രത്തിന്റെ സ്ഥിരീകരണം കാത്തു നിൽക്കുന്നവർ വിഡ്ഢികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കേസിൽ 16-ാം തീയതി വധശിക്ഷ നടപ്പാക്കുമെന്നിരിക്കെ ഈ കേസിൽ ഒന്ന് ഇടപെടാൻ കഴിയാതെ, ആ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്താൻ കഴിയാതെ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചതും ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചതൊക്കെ പകല് പോലെ വ്യക്തമാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി യമനിൽ കുടുംബാംഗങ്ങളുമായി നടന്ന ചർച്ചയിലാണ് പിന്നീട് നടന്ന മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്. ഇത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാധ്യമപ്രവർത്തകർക്ക് അറിയുന്ന കാര്യമാണ്. എന്നിട്ടും കേന്ദ്രത്തിന്റെ സ്ഥിരീകരണം കാത്തു നിൽക്കുന്നവരെ വിഡ്ഢികളാണെന്നല്ലാതെ പിന്നെ എന്താണ് അവരെ കുറിച്ച് പറയേണ്ടത്? ഏതായാലും ഒടുവിൽ വിശദീകരണവുമായി കാന്തപുരം ഉസ്താദ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ദ ഫെഡറൽ ഓൺലൈൻ മാധ്യമത്തിന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നടത്തിയ ഒരു അഭിമുഖത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതിലെ വിശദാംശങ്ങൾ. നമുക്കതൊന്ന് നോക്കാം. എന്താണ് കാന്തപുരം ഉസ്താദ് പറയുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. കാന്തപുരം ഉസ്താദുമായി ദ ഫെഡറൽ ഓൺലൈൻ മാധ്യമത്തിന്റെ രാജീവ് ചന്ദ്ര നടത്തിയ അഭിമുഖത്തിന്റെ വിശദാംശങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം.
യമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന മലയാളി നഴ്സിന്റെ വധശിക്ഷ ഒഴിവാക്കിയെന്ന് ആധികാരികമായി പറയാറായോ? ഉസ്താദ്, കഴിഞ്ഞ 16-ാം തീയതിയിലേക്ക് നിശ്ചയിച്ചിരുന്ന വധശിക്ഷ യമനിൽ നിന്നുള്ള സൂഫി പണ്ഡിതന്മാരുടെയും നോർത്തേൺ യമനിലെ നിയമവിദഗ്ധരുടെയും മറ്റും ഇടപെടലുകളെ തുടർന്ന് തൽക്കാലത്തേക്ക് മാറ്റിവച്ചിരുന്നുവല്ലോ. അന്നു മുതൽ ഷെയ്ഖ് ഉമർ ബിൻ ഹഫീലിന്റെ പ്രതിനിധികൾ കുടുംബവുമായും ഭരണകൂട പ്രതിനിധികളുമായും സംസാരിച്ചു വരികയായിരുന്നു. ഇതിന്റെയൊക്കെ ഫലമായി കഴിഞ്ഞ ദിവസം സനയിൽ നടന്ന ഉന്നതതല യോഗമാണ് വധശിക്ഷ റദ്ദ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ആ വിവരങ്ങൾ ഞങ്ങളുടെ യമനി പ്രതിനിധികൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. രാജീവ് രാമചന്ദ്രൻ: എങ്ങനെയാണ് കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി ഈ ധാരണയിലെത്തിയത്? ഷെയ്ഖ് ഹബീബ് ഉമറിന് ഇതിലുള്ള പങ്കെന്താണ്? ഉസ്താദ്, യമനിൽ നിലവിലുള്ള നിയമവ്യവസ്ഥയെക്കുറിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളെ രക്ഷിക്കാൻ കൊല്ലപ്പെട്ടയാളുടെ നിയമപരമായ അനന്തരാവകാശികൾക്ക് സാധിക്കുകയുള്ളൂ. അവർ മാപ്പ് നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകും. ദയാധനം വാങ്ങിയോ വാങ്ങാതെയോ ഇത് ചെയ്യാം. ഈ കേസിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് ആളുകൾ വന്ന ശേഷമാണ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞത്. അപ്പോഴാണ് ഇത് യമനിൽ വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു എന്ന കാര്യം യമനികളിൽ നിന്ന് തന്നെ അറിയുന്നത്. അതുകാരണം ആക്ഷൻ കമ്മിറ്റിക്കും മറ്റും കൊല്ലപ്പെട്ടവരുടെ കുടുംബവുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അത്തരമൊരു വൈകാരിക സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീലിന്റെ ഇടപെടൽ ഗുണം ചെയ്തത്. കുടുംബവുമായി സംസാരിക്കാനുള്ള അവസരം അതിലൂടെ കൈവന്നു. ആ സംസാരം തുടരണമെങ്കിൽ 16-ാം തീയതിയിലേക്ക് നിശ്ചയിച്ച വധശിക്ഷ റദ്ദ് ചെയ്യണം. കുടുംബം സംസാരിക്കാൻ സന്നദ്ധമായ സ്ഥിതിക്ക് അക്കാര്യങ്ങളും എളുപ്പമായി. നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ അറ്റോർണി ജനറൽ ക്രിമിനൽ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് വധശിക്ഷ നീട്ടിവെച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ സൂഫി പണ്ഡിത പ്രതിനിധികളും കുടുംബവും സനായിലെ ഉദ്യോഗസ്ഥരും ചില അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് കാര്യങ്ങൾ ഇതുവരെയും എത്തിയത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ കേസിൽ ഇസ്ലാമിക ശരീഅത്തിൽ ലഭ്യമായ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇതുവരെയും ചെയ്തത്. ഇതിൽ നിർണായകമായത് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ കുടുംബത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ ഹബീബ് ഉമർ ഹഫീലിന്റെ പ്രതിനിധി സംഘം നടത്തിയ ഇടപെടലാണ്. അതുണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല. രാമചന്ദ്രൻ: ഇനി എന്താണ് അക്കാര്യത്തിൽ ചെയ്യാനുള്ളത്? കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ തീരുമാനത്തെ എതിർക്കുകയാണല്ലോ. ഉസ്താദ്, വധശിക്ഷ റദ്ദാക്കിയ സ്ഥിതിക്ക് ഇനിയുള്ള ശിക്ഷയുടെയോ മാപ്പിന്റെയോ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരണം. കൊല്ലപ്പെട്ടയാളുടെ നിയമപരമായ അനന്തരാവകാശികളുമായുള്ള ചർച്ചകളിലൂടെയേ അത് സാധിക്കുകയുള്ളൂ. ആ അവകാശികളാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അനുകൂലമായ ഒരു തീരുമാനം ഉടനെ ഉണ്ടാകും എന്നാണ് യമനിലുള്ള ഞങ്ങളുടെ പ്രതിനിധികൾ അറിയിച്ചത്. രാമചന്ദ്രൻ: നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഇടപെടലിലേക്ക് ഉസ്താദ് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? എന്താണ് അതിലേക്ക് നയിച്ചത്? ഉസ്താദ്, വധശിക്ഷയുടെ ദിവസം നിശ്ചയിക്കുകയും ആ ദിവസം അടുത്തു വരികയും ചെയ്തപ്പോഴാണ് ഇനി എന്തു വഴി എന്നാലോചിച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളുമെല്ലാം എന്നെ ബന്ധപ്പെടുന്നത്. ആലോചിക്കാമെന്ന് മറുപടി പറയുകയും ചെയ്തു. ഇതിനിടയിൽ ഇന്ത്യക്ക് യമനിൽ നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്തതിനാൽ ഈ കേസിൽ കൂടുതൽ ഇടപെടാൻ കഴിയില്ല എന്ന് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ ദീർഘകാല സുഹൃത്തും ഇന്ത്യക്കാരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ചെയ്യുന്ന ഹബീബ് ഉമർ ഹഫീലിനെ ഞാൻ ബന്ധപ്പെട്ടതും തുടർന്നുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ എൻ്റെ ഓഫീസിൽ സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തത്. യമനിലെ പണ്ഡിതന്മാരുമായി വളരെയധികം കാലത്തെ ബന്ധമുള്ളവരാണ് നമ്മൾ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വരെ വലിയ പങ്ക് വഹിച്ചവരാണ് യമനിൽ നിന്നുള്ള പണ്ഡിതന്മാർ. മമ്പുറം തങ്ങളും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തിയ സയ്യിദ് ഫضൽ തങ്ങളുമെല്ലാം യമനികളാണ്. അവരുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഇപ്പോഴത്തെ ആത്മീയ നേതാവ് കൂടിയാണ് ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീൽ. രാമചന്ദ്രൻ: ഉസ്താദിന്റെ ഇടപെടലിനെ തുടർന്ന് പലതരത്തിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വഴിതെറ്റിപ്പോകുന്ന സാഹചര്യമുണ്ടായല്ലോ. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഉസ്താദ്: അതൊക്കെ സാധാരണയാണ്. പക്ഷേ നമ്മുടെ നാട്ടുകാരിയുടെ ജീവൻ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമപരമായ പ്രവർത്തനങ്ങളിൽ ആണല്ലോ നാം ഏർപ്പെട്ടത്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെ സമാശ്വസിപ്പിക്കുന്നതിന് പകരം പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നത് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടുകൂടിയാണ് യമനികൾ ഇതിൽ ഇടപെട്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനെ അവരെങ്ങനെയായിരിക്കും മനസ്സിലാക്കുക? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്തെ പ്രതിനിധി എന്ന നിലയിലാണ് പുറം ലോകത്തെ മുസ്ലിം നേതാക്കളും ഭരണാധികാരികളും എന്നോട് പെരുമാറാറുള്ളത്.
ആ ആദരവും കടപ്പാടുമാണ് അവർ നമ്മളോട് പ്രകടിപ്പിച്ചു പോരുന്നത്. രാമചന്ദ്രൻ: യൂണിയൻ സർക്കാരും ഉസ്താദിന്റെ ഇടപെടലിനെ അംഗീകരിക്കാൻ മടിക്കുകയാണല്ലോ. ഉസ്താദ്: തുടക്കം മുതലേ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും അതത് സമയത്തെ പുരോഗതികളും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും വിദേശകാര്യ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട്. സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുത്താലേ കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തുകയുള്ളൂ എന്നും ഞാൻ അറിയിച്ചിരുന്നു. അത്തരം കാര്യങ്ങളൊക്കെ സർക്കാർ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായും നയതന്ത്രപരമായും ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാരുകൾ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധ്യവുമല്ല, ഉദ്ദേശവുമില്ല. ഇന്ത്യ ഗവൺമെന്റിന് നോർത്തേൺ യമനിലെ ഒരു കേസിൽ ഔദ്യോഗികമായി ഇടപെടാൻ ചില പരിമിതികൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സർക്കാരിന്റെ പരിശ്രമങ്ങളെ എളുപ്പമാക്കാൻ എൻ്റെ സൗഹൃദ ബന്ധങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചെയ്തത്. ഗവൺമെന്റിനും ഇക്കാര്യത്തിൽ തൃപ്തിയുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ്. വധശിക്ഷ റദ്ദു ചെയ്യുകയും നോർത്തേൺ യമനിലെ ഭരണകൂടവുമായും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവുമായും സർക്കാർ പ്രതിനിധികൾക്കും പ്രതിയുടെ കുടുംബത്തിന്റെ ഇന്ത്യയിലെയും യമനിലെയും നിയമപ്രതിനിധികൾക്കും നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞല്ലോ. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഞാനും എൻ്റെ സ്നേഹിതൻ ഹബീബ് ഉമർ ഹഫീദും ഇതുവരെയും പരിശ്രമിച്ചത്. അതു സാധ്യമായല്ലോ. തുടർന്നുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും വിദേശകാര്യ മന്ത്രാലയത്തെയും അറിയിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. AP ഉസ്താദ് ഗവൺമെന്റിനെ ഉച്ചത്തോടെ കണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റിനെ മറികടന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല നടത്തിയിട്ടുള്ളത്. ഗവൺമെന്റിനെ ഒന്ന് സഹായിക്കുക എന്ന് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നയതന്ത്ര ബന്ധം ഇല്ലാത്തത് കൊണ്ട് വ്യക്തിബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ ഒരു കേസിൽ ഗവൺമെന്റിനെ സഹായിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല AP ഉസ്താദ് ചെയ്ത കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പുരോഗതിയൊക്കെ ഗവൺമെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് AP ഉസ്താദിനെ അംഗീകരിക്കാനും AP ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനും കേന്ദ്ര സർക്കാരിനും വിദേശകാര്യ മന്ത്രാലയത്തിനും മടി എന്നുള്ളതാണ് നമുക്ക് സംശയമുള്ളത്. അത് നമുക്ക് കഴിഞ്ഞ കാല ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മടി കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. സാമുവൽ ജെറോമിന്റെ വാക്കുകളിലൂടെയൊക്കെ അത് വ്യക്തമാണല്ലോ. പക്ഷേ AP ഉസ്താദ് ഒരിക്കലും ഗവൺമെന്റിനെ മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ നിസ്സാരമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമല്ല നടത്തിയിട്ടുള്ളത്. ഗവൺമെന്റിനെ സഹായിക്കുക എന്ന് മാത്രമാണ്, ഒരു മനുഷ്യജീവൻ രക്ഷിക്കുക എന്നുള്ള പ്രവർത്തനം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്ന് ഈ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാണ്. ബാക്കി വായിക്കാം. രാമചന്ദ്രൻ: രാജ്യത്തിനകത്തും പുറത്തും തടവിലുള്ള മറ്റനേകം മലയാളികൾക്ക് വേണ്ടി എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന ചോദ്യമാണല്ലോ വിമർശകർ ഉയർത്തുന്നത്. ഉസ്താദ്: തടവറയിൽ കഴിയുന്ന ഒട്ടേറെ ആളുകൾക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ വ്യക്തിപരമായി എന്നെ കൊണ്ടാവുന്ന നിയമപരമായ സഹായങ്ങൾ ലഭ്യമാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അത്തരം നിയമസഹായം നൽകുന്നതിന് വേണ്ടി വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ തന്നെ മർക്കസിന്റെയും സുന്നി സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട്. ആ സംവിധാനങ്ങളെ വിപുലപ്പെടുത്താൻ ആവശ്യമായ കൂടുതൽ സഹായങ്ങൾ നൽകാൻ എല്ലാവരും രംഗത്ത് വരണം. ഓരോ രാജ്യത്തെയും നിയമങ്ങൾ അറിയാതെ കുടുങ്ങിപ്പോകുന്നവർക്ക് നിയമസഹായവും ബോധവൽക്കരണവും നടത്താൻ വിവിധ രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ പ്രവാസി പ്രവർത്തകർ പ്രത്യേകം പരിപാടികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത് വസ്തുതയാണിത്. കാരണം ഒരുപാട് ആളുകളെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ജയിൽ മോചിതനാക്കിയിട്ടുണ്ട്. പലവിധ പ്രശ്നങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മലയാളി UAE ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങളൊന്നും മാധ്യമങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മാധ്യമങ്ങളൊക്കെ രാഷ്ട്രീയക്കാരുടെ പിന്നാലെയല്ലേ പായുന്നത്. മതപണ്ഡിതന്മാരെ ആരാണ് ശ്രദ്ധിക്കാൻ? ഇപ്പം അടുത്ത കാലത്തല്ലേ മതപണ്ഡിതന്മാരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പം അതുകൊണ്ട് AP ഉസ്താദ് നടത്തിയ ഇത്തരം സാമൂഹ്യ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളൊന്നും മാധ്യമ പ്രവർത്തകർ അറിയാത്തത് കൊണ്ട് അവരത് വാർത്ത കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയവും ഉസ്താദ് മാധ്യമ പ്രവർത്തകരെ അറിയിച്ചിട്ടൊന്നുമില്ല. അത് മാധ്യമ പ്രവർത്തകർ മണത്തറിഞ്ഞ് അവർ വാർത്ത കൊടുത്തതാണ്. ഈ നിമിഷപ്രിയ കേസ് പ്രമാദമായ ഒരു കേസായതുകൊണ്ട് ഒരുപാട് കാലം ചാനലുകളിലൂടെ അത് ചർച്ചയായതുകൊണ്ട് അത് ചാനലുകാർ മണത്തറിഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ഇത് ലോകം അറിഞ്ഞു. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഉസ്താദിന്റെ കാരുണ്യ പ്രവർത്തനം പോലെ ഇതും ലോകം അറിയാതെ പോയിരുന്നേനെ. അത് പടച്ചോൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. ബാക്കി ഞാൻ വായിക്കാം. രാമചന്ദ്രൻ: ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന നിലയിലും വിശ്വാസി എന്ന നിലയിലും ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കാണുന്നത്? ഉസ്താദ്: ഒരാൾക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കുക. അതിന് മതമോ ദേശമോ ഒന്നും തടസ്സമാവരുത്. ഓരോ നിയമവ്യവസ്ഥയിൽ നിന്നും നമുക്ക് പഠിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അടിസ്ഥാനപരമായി നമ്മളെല്ലാം മനുഷ്യരാണ്. ആ ബന്ധം നിലനിർത്തുക.
ശിക്ഷിക്കാൻ അധികാരമുള്ളപ്പോൾ മാപ്പ് നൽകി രക്ഷിക്കുന്നതിനെ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയുടെ അടയാളമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയത്. കടപ്പാട് ദി ഫെഡറൽ. നിമിഷപ്രിയക്ക് അവിടുത്തെ നിയമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ നിമിഷപ്രിയ ചെയ്ത ആ കൊലപാതകത്തിനെ ന്യായീകരിക്കാനോ നിമിഷപ്രിയയെ കുറ്റവിമുക്തമാക്കാനോ ഒന്നും കാന്തപുരം ഉസ്താദ് ശ്രമിച്ചിട്ടില്ല. കുടുംബാംഗങ്ങൾ മാപ്പ് കൊടുത്താൽ ആ ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടല്ലോ, അത് നിയമപരമായിട്ട് അതുമായി മുന്നോട്ട് പോയാൽ അതിന് സാധ്യതയുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചാൻസ് മാത്രമാണ് കാന്തപുരം ഉസ്താദ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതല്ലാതെ നിമിഷപ്രിയ ചെയ്ത കുറ്റകൃത്യത്തിന് ശിക്ഷ കൊടുക്കേണ്ടെന്നോ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കെല്ലാം മാപ്പ് കൊടുക്കണമെന്നൊന്നും കാന്തപുരം ഉസ്താദ് ആലോചിച്ചിട്ടും ഉണ്ടാവില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പൊ ആ രീതിയിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ന്യൂനപക്ഷമായ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചില പണ്ഡിത വേഷധാരികളടക്കം ഈ കേരളമൊട്ടാകെ പല കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കാന്തപുരം ഉസ്താദിനെ കുറച്ച് ജനങ്ങൾ അംഗീകരിക്കുന്നതിൽ അസൂയ പൂണ്ട ചില ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും നമ്മൾ വീണു പോകരുത്. സത്യം സത്യമായിട്ട് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെട്ടതെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഈ കേസിന്റെ കൃത്യമായ കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങേണ്ട ആവശ്യം നമുക്കില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.